ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളിയായിട്ടുണ്ട് ക്രീമി പാസ്ത ഉണ്ടാക്കാം. ചെമ്മീനും മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന നല്ലൊരു പാസ്തയാണ്. അപ്പോൾ ആദ്യം വെള്ളം തിളച്ച് വരുമ്പോൾ പാസ്ത നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീൻ വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് എടുത്തതാണ്. അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് ഈ ചെമ്മീനൊക്കെ പൊരിച്ചെടുത്ത് റെഡിയാക്കാം. അങ്ങനെ ചെമ്മീനൊക്കെ ഇട്ട് പൊരിച്ച് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് മുട്ട കുരുമുളകും ഉപ്പും ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ചെമ്മീൻ പൊരിഞ്ഞ് വന്നതിന് ശേഷം കോരി മാറ്റി ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ച് മുട്ടക്കൂട്ടൊഴിച്ച് നല്ലപോലെ ചിക്കി പൊരിച്ചെടുക്കേണ്ടതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പാസ്തയാണ്. അങ്ങനെ ഇതാ മുട്ടയൊക്കെ ചിക്കി പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാലകൾ തയ്യാറാക്കാം. പാൻ വെച്ച് ചൂടായി വരുമ്പോൾ ബട്ടർ ചേർത്ത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് അതിലേക്ക് ഒരു ഉള്ളിയും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഒരു പീസ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല വന്നതിന് ശേഷം ഇതിലേക്ക് പൊരിച്ച് വെച്ച ചെമ്മീനും മുട്ടക്കൂട്ടൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ പാസ്തയൊക്കെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ലപോലെ മസാലകളൊക്കെ ഇളക്കി പാകപ്പെടുത്തിയതിന് ശേഷം ഈ പാസ്ത വേവിച്ചത് മുട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് മസാലകളൊക്കെ നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനുള്ള ക്രീം മയോനൈസ് ആക്കുന്നുണ്ട്. അതിന് 20ഓളം കാഷ്യൂ ആണ് ഞാൻ എടുത്തിട്ട് അത് ചൂടുവെള്ളം ചേർത്ത് കുതിർത്തിയതാണ്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 മുട്ടയും 3 അല്ലി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ പാല് 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നല്ലപോലെ ക്രീമാക്കിയിട്ട് എടുക്കാം. ഈ ക്രീമിലാണ് നല്ല ടേസ്റ്റ് വരുന്നത് പാസ്ത. അങ്ങനെ ഇതിലേക്ക് ഓറിഗാനോ ചില്ലി ഫ്ലക്സ് ഒക്കെ ചേർക്കുന്നുണ്ട്. അതും ചേർത്തതിന് ശേഷം ഈ ക്രീം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പാകപ്പെടുത്തിയിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അങ്ങനെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.